ഇതിനൊരു മാറ്റം ഇല്ലല്ലോ റബ്ബേ. എപ്പോ നോക്കിയാലും ഇതേ അവസ്ഥ തന്നെ. കോളേജിൽ പോയ കൂട്ടുകാരൊക്കെ ചോദിക്കും, എന്താ ഫാത്തിമ നീ ഇത്രയും മെലിഞ്ഞിരിക്കുന്നത്, വീട്ടിൽ നിനക്കൊന്നും തിന്നാൻ തരാറില്ലേന്ന് ചോദിക്കും. ചിലപ്പോൾ കണ്ടാൽ തോന്നും ഞാൻ എപ്പോഴും 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ആണോ പഠിക്കുന്നതെന്ന്. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ നല്ല ഉയരവും തടിയും വെച്ച് സുന്ദരന്മാരായിട്ട് നടക്കുക. ഞാൻ മാത്രം എന്താ അങ്ങനായി പോയത്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്താ ഫാത്തിമ നീ പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുമോളെ. അള്ളാഹു ഉണ്ടാക്കിയ രൂപത്തെ നീ കുറ്റം പറയുന്ന കേട്ടോ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും നാം മനുഷ്യനെ നല്ല ഘടനയോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. സൂറത്തു തീനില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു നമ്മുടെ ശരീരത്തിന്റെ ഭംഗിയോ തടിയോ ഒന്നുമല്ല മോളെ നോക്കുന്നത്, നമ്മളെ മനസ്സിന്റെ നന്മയിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് നീ ഓർത്ത് നീ പരാതി പറയല്ലേ മോളെ ഫാത്തിമ. അതുകൊണ്ട് മോളെ തടിയും ഉയരവും വെക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നല്ല ആരോഗ്യവും കരുത്തുമുള്ള വിശ്വാസിയാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം. പക്ഷേ അതിന് നമ്മൾ ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. അള്ളാഹിൻ്റെ ഒരു നാമമുണ്ട്. എന്താണത്? യാ ബാസിത്തു, യാ അല്ലാ. എല്ലാ കാര്യങ്ങളും വളർത്തുന്നവൻ, വിശാലമാക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവേ, എൻ്റെ ആരോഗ്യവും ശരീരവും നീ നല്ല രീതിയിൽ വളർത്തണമേ എന്ന് ഈ പേര് ചൊല്ലിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക. പിന്നെ ഖുറാനില് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ച ഒരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. അള്ളാഹുവേ, നീ എനിക്ക് നൽകുന്ന ഏത് നന്മയ്ക്കും ഞാൻ ആവശ്യക്കാരനാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നല്ല ശരീരവും നല്ല ആരോഗ്യവും അള്ളാഹുവിൻ്റെ നന്മകളാണ്. അത് നീ അള്ളാഹുവിനോട് ചോദിക്കന്നെ വേണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 2 യാ ബാസിത്തു യാ അല്ലാ എന്ന ദിക്റും പിന്നെ മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവേ, എനിക്ക് നല്ല ആരോഗ്യം തരണമേ, എനിക്ക് നല്ല ഉയരം തരണമേ, എനിക്ക് നല്ല ഭംഗി തരണമേ എന്ന് ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ ആരോഗ്യവും ശരീരവും ഒക്കെ ഉഷാറായിട്ട് അടിപൊളിയാവും. പഠിച്ചവനും മോളെ നല്ല ഉഷാറാക്കി തരട്ടെ കേട്ടോ. യാ അല്ലാ, നീയാണ് എൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ അറിയുന്നവന്. മറ്റുള്ളവരുടെ കളിയാക്കലുകൾ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ടോ പഠിച്ചോനെ. നീ എന്നെ നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് റബ്ബേ. എങ്കിലും എൻ്റെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യവും നല്ല തടിയും പറ്റിയ ഉയരവും എനിക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. എൻ്റെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ആമീൻ. ഇപ്പൊ എൻ്റെ മനസ്സിന് നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട്. ആളുകൾ ഇനി എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ എൻ്റെ റബ്ബിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. തടിയും ഉയരവും വെക്കാനുള്ള പ്രാർത്ഥനകളും ഇസ്ലാമിക വഴികളും എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി ഞാൻ ഇന്നു മുതൽ നല്ലപോലെ ഭക്ഷണം കഴിക്കാനും വ്യായാമം നടത്താനും ശ്രദ്ധിക്കും. അതിൻ്റെ കൂടെ തന്നെ ദുആവും ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അല്ലാഹു തആലയിൽ ഫരമേൽപ്പിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. നിങ്ങളെ കാര്യങ്ങളും എല്ലാം ശരിയാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറന്നു പോകരുത്.